ഇവിടെ എത്തിച്ചേർന്ന രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷം വഹിക്കാൻ വേണ്ടി നളന്ദ നഴ്സറി PTA പ്രസിഡന്റ് ഷിജു പട്ടണത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു കലാലയം 124 വർഷങ്ങൾക്ക് ശേഷം ഒരു വാർഷികം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും അത് നാടിന്റെ ഒരു മഹത്തായ ഉത്സവവും ആഘോഷവുമായി മാറും. ഒപ്പം ആ സ്കൂളിന്റെ അടിത്തൂണായി മാറുന്ന 43 വർഷം പഴക്കമുള്ള നളന്ദ നഴ്സറിയുടെ വാർഷികവും കൂടെ ആഘോഷിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് നാം ഓർമ്മ വെച്ച നാളെ മുതൽ ഓർക്കാട്ടേരിയിലെയും പരിസരത്തിലെയും പിഞ്ചു കുട്ടികൾക്ക് അവരുടെ ജീവിത സമരങ്ങൾക്ക് എക്കാലവും പിന്തുണയേകുന്ന അറിവുകളെയും അക്ഷരങ്ങളെയും സമ്മാനിച്ച് മികച്ച മനുഷ്യരാക്കി തീർക്കുവാൻ വേണ്ടി യത്നിച്ച ഓർക്കാട്ടേരി LP സ്കൂളിന്റെ പ്രിയപ്പെട്ട ബീന ടീച്ചറും സുമാനിധി ടീച്ചറും ഈ മാസം 31-ാം തീയതി വിരമിക്കുന്നു. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നോളം അവർ നമുക്ക് തന്ന സേവനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഈ 2 ദിവസത്തെ വാർഷിക സമ്മേളനം നമുക്ക് അവർക്കായി സമ്മാനിക്കേണ്ടതുണ്ട്. ഈ ചടങ്ങിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നളന്ദ സ്കൂളിന്റെ പ്രിയപ്പെട്ട പ്രധാന അധ്യാപിക പ്രമീല ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രവർത്തന റിപ്പോർട്ട് 1982-ലാണ് ഓർക്കാട്ടേരി LP സ്കൂളിനോടനുബന്ധിച്ച് നളന്ദ സാംസ്കാരിക കേന്ദ്രവും നളന്ദ നഴ്സറി സ്കൂളും രൂപീകരിക്കുന്നത്. ഓർക്കാട്ടേരി LP സ്കൂൾ ടീച്ചേഴ്സും അവരുടെ കുടുംബാംഗങ്ങളുമാണ് അംഗങ്ങൾ. ഈ സ്ഥാപനം സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 വർഷം ഓർക്കാട്ടേരി LP സ്കൂളിലാണ് നളന്ദ നഴ്സറി സ്കൂൾ പ്രവർത്തിച്ചത്. പ്രഥമ അധ്യാപികയായി P. ലീല ടീച്ചറും ആയയായി PP. ലീലയുമായിരുന്നു ജീവനക്കാരികൾ. 3-ാം വർഷമാവുമ്പോഴേക്കും ധാരാളം കുട്ടികൾ നഴ്സറിയിൽ അഡ്മിഷനായി എത്തി. കുട്ടികളുടെ എണ്ണം കൂടിയതിനാൽ ഓർക്കാട്ടേരി LP സ്കൂളിൽ നഴ്സറി ക്ലാസ് നടത്താൻ ബുദ്ധിമുട്ടായി. നഴ്സറി രക്ഷിതാക്കളും നഴ്സറിയുടെ അഭ്യുദയകാംക്ഷികളും നഴ്സറിക്ക് സ്വന്തമായി ഒരു കെട്ടിടം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചു. ഓർക്കാട്ടേരി LP സ്കൂളിലെ വടക്കേ അതിർത്തിയിലെ സ്ഥലം അന്നത്തെ ഓർക്കാട്ടേരി LP സ്കൂൾ മാനേജറായ ശ്രീ PM ശങ്കരൻ, ഓർക്കാട്ടേരി നളന്ദ നഴ്സറി സ്കൂളിലെ അധ്യാപിക PP. ലീലയ്ക്ക് വേണ്ടി അച്ഛൻ നാരായണേട്ടനും ചേർന്ന് വാങ്ങി രജിസ്റ്റർ ചെയ്തു. ഈ മഹത്തായ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരള സംസ്ഥാന കലോത്സവത്തിൽ മികച്ച നടന്മാരായി തിരഞ്ഞെടുത്ത ഫിദൽ ഗൗതത്തെയും യാഷിൻ റാമിനെയും വളരെ സ്നേഹത്തോടെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലുള്ള മുഴുവൻ ആളുകളെയും സാന്നിധ്യം ക്ഷണിക്കുന്നു. താങ്ക് യു. ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും അതേപോലെ തന്നെ ഓർക്കാട്ടേരി LP സ്കൂളിലെ അധ്യാപകരോടും ഇതിനായി പ്രവർത്തിച്ച എല്ലാവരോടും ആദ്യമായിട്ട് എൻ്റെ നന്ദി പറയുകയാണ്. കാരണം ഇത്തരത്തിലേക്ക് ഒരു പരിപാടിയിലേക്ക് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് വലിയ രാഷ്ട്രീയ നേതാക്കളെയും അതേപോലെ തന്നെ മറ്റുള്ള വലിയ വലിയ സെലിബ്രിറ്റികളെയൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് വിളിക്കുന്നത്.
അതിനുപരി ഇങ്ങനെ ഞങ്ങൾ പോലുള്ള വിദ്യാർത്ഥികളെ വിളിച്ചത് ഞങ്ങൾക്ക് ഒരു പ്രചോദനമായി ഉള്ള ഒരു കാര്യമാണ്. അതിന് ആദ്യമായിട്ട് ഈ ഒരു ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഞാനും വ്യാസിനും ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും മാത്രം പരിശ്രമം കൊണ്ടല്ല, മേവുണ്ട സ്കൂളിലെ അധ്യാപകരുടെയും അതേപോലെ തന്നെ നാടകത്തിൻ്റെ സംവിധായകനായ വിനോദ് സാറിൻ്റെയും അതേപോലെ തന്നെ ഞങ്ങളെ ടീം അംഗങ്ങളുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അവർക്ക് കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു. അടുത്ത ഈ പരിപാടിക്ക് ശേഷം ഞങ്ങളുടെ നാടകം ഇവിടെ അരങ്ങേറുന്നുണ്ട്. മുഴുവൻ പേരും നാടകത്തിന് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം തരിക. അപ്പോൾ ഞാൻ നിർത്തുന്നു. നന്ദി. അപ്പോൾ ഇന്ന് ഇവിടെ ഞങ്ങളെ ശ്വാസം എന്ന് പറഞ്ഞ നാടകം ഇവിടെ കളിക്കുകയാണ്. അതോടൊപ്പം ആ പരിപാടിയുടെ ഒരു ഉദ്ഘാടന കർമ്മത്തിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഫിദൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ പോലെയുള്ള കൊച്ചുകുട്ടികൾ ഇങ്ങനെയുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യാനൊക്കെ വിളിക്കുന്നത് ഞങ്ങൾക്ക് ഏറെ പ്രചോദനകരമായൊരു കാര്യമാണ്. ഇത് എല്ലാവരും നല്ല ഇതുപോലെ തന്നെ മറ്റ് സ്കൂളുകളും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വെച്ച് പുതുതലമുറയിൽ വളർന്നു വരുന്ന കലാകാരന്മാരെയും കലാപ്രതിഭകളെയും മുന്നോട്ട് വാർത്തെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ നാടകത്തെ പറ്റി പറയുമ്പോൾ ഈ നാടകത്തിൻ്റെ നർമ്മ വൈകാരിക തലങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഈ നാടകത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വേദിയെ ഞാൻ ഇതിനെ കാണുന്നു. അപ്പോൾ ഈ വേദി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ഓർക്കാട്ടേരി LP സ്കൂളിനും ഈ പരിപാടിയുടെ സംഘാടകർക്കും ഈ നാടകത്തിൻ്റെയും മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നളന്ദ നഴ്സറിയിലെ കൊച്ചുകുട്ടികളോട് നളന്ദയുടെ ട്രസ്റ്റധ്യക്ഷനായ കുളങ്ങര ഗോപാലൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ അധ്യാപകരെല്ലാം കൂടി ഒരു പുസ്തകം സൃഷ്ടിക്കാനും ആ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യാനും ആവശ്യപ്പെട്ടപ്പോൾ ആ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുള്ള കലാസൃഷ്ടികൾ ഒരു പുസ്തകമായി രൂപപ്പെടുകയും ആ പുസ്തകം നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി എടച്ചേരി പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസ് ഓഫീസർ രതീശൻ മടപ്പള്ളി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ സ്കൂളിന്റെ പ്രിയങ്കരനായ മാനേജർ PM നാണുവേട്ടനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Help the needy, help the needy, help the needy, help the needy. It's so nice to help the needy, help the needy, help the needy. It's so nice to help the needy, you can help them too. It's so nice to help the needy, help the needy, help the needy. It's so nice to help the needy, you can help them too. There are many poor people, poor people, poor people. There are many poor people and you could help them too. There are many old people, old people, old people. There are many old people and you could help them too. Let's you help and then pampai, let's pampai and they will remember you every time in your side. Thank you. Making melodies in my heart, in my heart, in my heart. Making melodies in my heart for the King of Kings. Making melodies in my heart, in my heart, in my heart. Making melodies in my heart for the King of Kings. Dancing, elbows up, feet apart, knees bent, dancing, elbows up, feet apart, knees bent, making melodies in my heart, in my heart, in my heart, making melodies in my heart, in my heart. Oh, thank you.
Best Performance Award, LKG B, Yashvin Tejas. Best Performance Award, UKG A, Iniga PV. Best Performance Award, UKG B, Anvia NN. അടുത്ത ഉപഹാര സമർപ്പണത്തിന് വേണ്ടി സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീ ബീന ടീച്ചറോട് അഭ്യർത്ഥിക്കുകയാണ്. ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് UKGC ജനിക JS. അവാർഡ് വിതരണത്തിനായി സുമ നന്ദിനി ടീച്ചറെ ക്ഷണിക്കുന്നു. മറ്റ് നഴ്സുകളിൽ നിന്ന് നളന്തയെ വ്യത്യസ്തമാക്കുന്ന ഒന്നുണ്ട്. ഇവിടെ അമ്മമാർക്കായി നടത്തുന്ന വിവിധ മത്സരങ്ങൾ നളന്തയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വർഷത്തെ അമ്മമാർക്കായി സംഘടിപ്പിച്ചിട്ടുള്ള വിവിധ മത്സരങ്ങൾക്കുള്ള സമ്മാനദാനമാണ് നൽകുന്നത്. സമ്മാനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ ശ്രീ യതീഷ് സാറോട് അഭ്യർത്ഥിക്കുകയാണ്. അമ്മമാർക്കുള്ള ആംഗ്യപ്പാട്ട് മത്സരം 1ാം സ്ഥാനം അനിഷ ജിജിൽ. ആംഗ്യപ്പാട്ട് മത്സരം 2ാം സ്ഥാനം അനുശ്രീ സ്വരൂപ്. അമ്മമാർക്കുള്ള പഠനോപകരണ നിർമ്മാണം 1ാം സ്ഥാനം ജിഷ്ണ ബിനോജ്. 2ാം സ്ഥാനം ഷിംന. അവാർഡ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് കെ ബീന ടീച്ചർ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാം സമ്മാനം ഷിംന. അമ്മമാർക്കുള്ള റൈം മത്സരം 1ാം സമ്മാനം അനിഷ ജിജിൽ. 2ാം സമ്മാനം രാഗി രൂപേഷ്. അമ്മമാർക്കുള്ള താരാട്ടുപാട്ട് മത്സരം 1ാം സ്ഥാനം നൽകുന്നതിന് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ ഫിദലിനോട് അഭ്യർത്ഥിക്കുകയാണ്. അനുശ്രീ സ്വരൂപ്. താരാട്ടുപാട്ട് മത്സരം 1ാം സ്ഥാനം അനുശ്രീ സ്വരൂപ്. 2ാം സമ്മാനം നൽകുന്നതിന് വേണ്ടി യാഷ്മിനോട് അഭ്യർത്ഥിക്കുകയാണ്. സജിഷ ഷിബു. അമ്മമാർക്കുള്ള താരാട്ടുപാട്ട് മത്സരം 3ാം സ്ഥാനം നമിത. കേരളത്തിൽ തന്നെ ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ നളന്ദ നഴ്സറിയെ ഉന്നതിയിലെത്തിക്കുന്ന ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ അവാർഡ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണമാണ്. സ്റ്റേറ്റ് ലെവൽ വിന്നർ ഹൃദുനന്ദ ശ്രീജേഷ്. ഈ അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ് ബീന ടീച്ചറോട് അഭ്യർത്ഥിക്കുന്നു. LKG വിദ്യാർത്ഥി ഹൃദുനന്ദ ശ്രീജേഷ് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിക്കണം. സ്റ്റേറ്റ് ലെവൽ റാങ്ക് ജേതാവാണ് പ്രിയപ്പെട്ട ഹൃദുനന്ദ. UKG വിഭാഗം സംസ്ഥാന തലത്തിൽ റാങ്ക് നേടിയിട്ടുള്ള ആൻവിയ NN. മെഡല്, ക്യാഷ് പ്രൈസ്, സർട്ടിഫിക്കറ്റ് ഇത്രയും സമ്മാനം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പുതിയർത്തി കൃഷ്ണൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ജില്ലാതലത്തിൽ റാങ്ക് കരസ്ഥമാക്കിയ ഡിസ്ട്രിക്ട് ലെവൽ വിന്നേഴ്സ് ഐഹ M. അനൂപ്
LKG ഐഹ എം അനൂപ്. ഇവാനിയ PK. ഫിദൽ RK. ജില്ലാതല വിജയികളാണ്. ഫിദൽ RK. ക്യാഷ് പ്രൈസ്, സർട്ടിഫിക്കറ്റ്, മെഡൽ. അടുത്തത് സ്റ്റേറ്റ് ലെവൽ വിന്നർ UKG വിദ്യാർത്ഥി, LKG വിദ്യാർത്ഥി ഫിദൽ RK. UKG വിദ്യാർത്ഥി ഏതൻ G. UKG വിദ്യാർത്ഥി ഏതൻ G. സമ്മാനം വിതരണം നടത്തുന്നതിന് വേണ്ടി നളന്ദ PTA പ്രസിഡന്റ് ശ്രീ ഷാജു പട്ടർത്ത് അവരോട് അഭ്യർത്ഥിക്കുകയാണ്. UKG വിജയി നദാലി PM. മുഹമ്മദ് അമൻ അസാർ, മുഹമ്മദ് അമൻ സയ. UKG വിദ്യാർത്ഥി മുഹമ്മദ് അമൻ സയ. സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സുമാനന്ദ ടീച്ചർ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. UKG വിദ്യാർത്ഥി സായിവിൻ KC. സായിവിൻ അടുത്ത സമ്മാന വിതരണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നളന്ദ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ശ്രീ കുളങ്ങര ഗോപാലൻ മാസ്റ്ററോട് അഭ്യർത്ഥിക്കുകയാണ്. സായിവിൻ KC. ലിയ കല്യാണി, UKG വിദ്യാർത്ഥി ലിയ കല്യാണി. UKG വിദ്യാർത്ഥി ആദ്യ. അടുത്ത സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നിതിൻ ഡോക്ടറോട് അഭ്യർത്ഥിക്കുക. ശ്രീവിദ്യ, UKG വിദ്യാർത്ഥി ശ്രീവിദ്യ. ഡിസ്ട്രിക്ട് ലെവൽ വിന്നേഴ്സ് ഇവാനി സുജേഷ്, UKG വിദ്യാർത്ഥി ഇവാനി സുജേഷ്. ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് സ്കൂൾ ലെവൽ വിന്നേഴ്സ് അഷിൽ ആർ ദേവ്, LKG വിദ്യാർത്ഥി അഷിൽ ആർ ദേവ്. നേത്ര എസ് സമ്മാന വിതരണം നടത്തുന്നതിന് വേണ്ടി നളന്ദ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി പ്രമീല ടീച്ചറോട് അഭ്യർത്ഥിക്കുന്നു. തനുഷ്ക, LKG വിദ്യാർത്ഥി തനുഷ്ക. ക്ഷമിക്കണം, തനുഷ് എൻ. സ്കൂൾ ലെവൽ വിന്നർ
ആദം ദേവ് UKG വിദ്യാർത്ഥി ആദം ദേവ്. ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് സ്കൂൾ ലെവൽ UKG സ്റ്റുഡന്റ് ധ്വനി പാർവതി. സമ്മാനം നൽകുന്നതിന് വേണ്ടി സ്കൂൾ മദർ PTA പ്രസിഡന്റ് ശ്രീമതി അനു സിയോട് അഭ്യർത്ഥിക്കുന്നു. സ്കൂൾ ലെവൽ വിന്നർ UKG അനയ് രാജേഷ്. സാൽമിയ സുധീഷ് UKG വിദ്യാർത്ഥി സാൽമിയ സുധീഷ്. ജോഹിൻ കെ UKG വിദ്യാർത്ഥി ജോഹിൻ കെ. സർട്ടിഫിക്കറ്റ്, മെഡൽ, ക്യാഷ് പ്രൈസ്. സർട്ടിഫിക്കറ്റ്, മെഡൽ, ക്യാഷ് പ്രൈസ്. അടുത്ത സമ്മാന വിതരണം നടത്തുന്നതിന് വേണ്ടി നളന്ദ PTA പ്രസിഡന്റ് അനുഷ സുജീവോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനിക PV UKG വിദ്യാർത്ഥി ഇനിക PV വളരെ വാശിയേറിയ കഴിഞ്ഞ കലോത്സവത്തിൽ, സ്കൂൾ കലോത്സവത്തിൽ വളരെ വാശിയേറിയ പ്രച്ഛന്നവേഷ മത്സരത്തിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ വിജയികളായിട്ടുള്ള സമ്മാനമാണ് വിതരണം ചെയ്യുന്നത്. LKG വിഭാഗം ഫസ്റ്റ് പ്രൈസ് ബിക എസ്. സെക്കൻഡ് പ്രൈസ് ഐഹ എൻ അനൂപ്. മൂന്നാം സമ്മാനം 2 പേർ പങ്കിട്ടിരിക്കുന്നു. റാം ബിഹാർ ആർ, ധ്യാൻ ദർശി. UKG വിഭാഗം ഫാൻസി ഡ്രസ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു IDSA. സെക്കൻഡ് പ്രൈസ് ആരുഷ് RK. സമ്മാന വിതരണം നടത്തുന്നത് സുമട്ടിത്തോട് അഭ്യർത്ഥിക്കുന്നു. ക്ഷമിക്കണം, 3 ഒന്നാം സമ്മാനം ഉണ്ട്. IDSA ആരുഷ് RK, അലോക് SB. വേഷപ്രശ്നരായി കാണികളുടെയും മറ്റു വിദ്യാർത്ഥികളുടെയും മനസ്സ് കീഴടക്കിക്കൊണ്ട് രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നു. 3 പേർ പങ്കിട്ടിരിക്കുന്നു. ആയുഷ് നാഥ് AN. രണ്ടാം സമ്മാനം UKG വിഭാഗം ആയുഷ് നാഥ് AN. ആൻഡി കൃഷ്ണ V. സാൽമിയ സുധീഷ്. മൂന്നാം സമ്മാനം 4 പേർ പങ്കിട്ടിരിക്കുന്നു. യാസ്മിൻ KK. സമ്മാന വിതരണം നടത്തുന്നതിന് ബഹുമാനപ്പെട്ട ബീന ടീച്ചർ കൂടെ അഭ്യർത്ഥിക്കുന്നു. യാസ്മിൻ KK, ദക്ഷിൺ F. യാസ്മിൻ ദക്ഷിൺ F. സമ്മാനം ദക്ഷ് ധാർമ്മിക്.
നമ്മുടെ കൊച്ചുകുട്ടികളെ പല്ലു തേക്കാൻ പഠിപ്പിച്ച ഒരു നല്ല പരിപാടിയായിരുന്നു പാൽപുഞ്ചിരി എന്നുള്ള പദ്ധതി. വടകര മണ്ഡലം ഡെന്റൽ അസോസിയേഷനാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആ പരിപാടിക്ക് കിട്ടുകയുണ്ടായി. അതിൻ്റെ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നൽകുകയാണ്. ഡെന്റൽ അസോസിയേഷൻ്റെ ഭാരവാഹികളായ നിതിൻ ഡോക്ടറും രാഹുൽ അരവിന്ദും കൂടിയാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. രാഹുൽ അരവിന്ദ് ഡോക്ടർ പരിസരത്തുണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ സ്കൂളിൻ്റെ HM ബീന ടീച്ചറെയും സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ഡെന്റൽ അസോസിയേഷൻ്റെ മുൻ സെക്രട്ടറി നിതിൻ പ്രഭാകർ. ടൂത്ത് ബ്രഷിംഗ് പ്രോഗ്രാം സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ് മുഴുവൻ കാണികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഈ വൈകിയ വേളയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനൊരു സന്ദേശം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളം, ലഹരി എന്ന് പറയുന്ന മഹാവിപത്തിൽ പെട്ട് ഉലഞ്ഞു കളിക്കുകയാണ്. ഈ വിപത്തിനെതിരെ കേരളത്തിലെ എല്ലാ മേഖലയിലെയും ആൾക്കാർ ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിനെതിരെ ഒരു യുദ്ധം തന്നെ പുറപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ഇന്നിവിടെ നിങ്ങളോടൊന്നു മാത്രമേ പറയാനുള്ളൂ. ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒരു വാക്ക് മാത്രം: സ്നേഹമാണ് ലഹരി, ജീവിതമാണ് ലഹരി. നിങ്ങളെ മക്കളെ സ്നേഹം കൊണ്ട് സ്നേഹിച്ച് അവരെ കൊല്ലുക, സ്നേഹത്തിൽ അവരെ പുതപ്പിച്ച് കളയുക. നിങ്ങളുടെ സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ, ആ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹമാണെങ്കിൽ, ആ സ്നേഹം ഏറ്റുവാങ്ങാൻ നമ്മുടെ മക്കൾ ലോകത്തെവിടെയാണെങ്കിലും നമ്മളടുത്തെത്തും. അവരൊരു വഴിതെറ്റാതെ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ചെറിയ സമയത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ: നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമ്മുടെ സന്ദേശം നമ്മളെല്ലാവരിലും എത്തിക്കണം. നമ്മുടെ വീട് ആദ്യം ലഹരി വിമുക്തമാക്കണം, തുടർന്ന് നമ്മുടെ നാട് ലഹരി വിമുക്തമാക്കണം, തുടർന്ന് നമ്മുടെ സമൂഹം ഒട്ടുക്കും നമുക്ക് ലഹരി വിമുക്തമാക്കണം. അതിനൊരു മാർഗം മാത്രമേ ഉള്ളൂ: നമ്മുടെ മക്കളെ സ്നേഹിക്കുക. എല്ലാവരും ആ ഹൃദയം നിറഞ്ഞ് മക്കളെ സ്നേഹിച്ചാൽ ഒരു മക്കളും വഴിതെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ കണ്ടെത്തൽ. നിങ്ങളുടെ സ്നേഹം യാഥാർത്ഥ്യമാകട്ടെ. അവരെ സ്നേഹിച്ച് കൊല്ലുക. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരു ലഹരിയില്ലാത്ത ഒരു ലോകത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഞാനൊരു പ്രതിജ്ഞ ചൊല്ലും, അത് എല്ലാവരും ഏറ്റുചൊല്ലണം. അതിനു മുമ്പ് മെഴുകുതിരി നിങ്ങളുടെ കൈകളിലെത്തും. അതിനുശേഷം ഞാൻ പ്രതിജ്ഞ ചൊല്ലാം. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലും ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇതിനായി പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. ഒരിക്കൽ കൂടി ഈ ദീപം എന്നും നമ്മുടെ നാട്ടിൻ്റെ അണയാത്ത വിളക്കായി നമ്മുടെ മക്കളിൽ എല്ലാവരിലും ജ്വലിച്ചുകൊണ്ടിരിക്കട്ടെ. സ്നേഹിക്കുക, മക്കൾ വഴിതെറ്റാതിരിക്കുക.
നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ എത്തും. സ്നേഹത്തിന് മുമ്പിൽ അവർ തോൽക്കും. താങ്ക് യു ഓൾ ഓഫ് യു. ഓർക്കാട്ടേരി LP സ്കൂളിൻ്റെ 124 വാർഷികവും നളന്ദ നഴ്സറിയുടെ 43 വാർഷികവും ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് വളരെയേറെ സന്തോഷത്തോടുകൂടി അറിയിക്കട്ടെ. കാരണം നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ ഒരു പരിപാടി ആ വേദിയിൽ നിൽക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഇന്ന് ഇവിടെ ഈ മാർച്ച് 31-ന് നമ്മളോട് നമ്മുടെ സ്കൂളിൽ നിന്നും വിട പറയുന്ന ബീന ടീച്ചർക്കും സുമാനന്ദിനി ടീച്ചർക്കും ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ വൈകിയ വേളയിൽ കുട്ടികളുടെ പരിപാടി കാണാനെത്തിച്ചേർന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം വർദ്ധിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 3-ാം വാർഷികവും ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ എത്രയും പ്രിയപ്പെട്ട ഹെഡ് ടീച്ചർ ബീന ടീച്ചർക്കും അതേപോലെ തന്നെ സുമാനന്ദിനി ടീച്ചർക്കുമുള്ള യാത്രയയപ്പും നടത്തുന്ന ഈ ഒരു അവസരത്തിൽ പങ്കാളിയാവാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. ഒരുപാട് വൈകിയ ഈ ഒരു അവസരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. റാപ്സോഡി അരങ്ങേറാൻ പോവുകയാണ്. കുഞ്ഞുമക്കൾ അവിടെ റെഡിയായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് വേദി ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രോഗ്രാമിന് നേർന്നുകൊണ്ട് നന്ദി. 124-ാം വാർഷികം ആഘോഷിക്കുന്ന ഓർക്കാട്ടേരി LP സ്കൂളിലെയും 43-ാം വാർഷികം ആഘോഷിക്കുന്ന നളന്ദ നഴ്സറിയുടെയും കുരുന്നുകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ് ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്നത്. അതിന് എൻ്റെ പേരിലും നളന്ദ PTAയുടെ പേരിലും എല്ലാവിധ ഭാവുകങ്ങളും നേടുന്നു. അതിലുപരി ഓർക്കാട്ടേരി LP സ്കൂളിലെ പ്രധാന അധ്യാപികയായ ശ്രീമതി ബീന ടീച്ചർക്കും സുമാനന്ദിനി ടീച്ചർക്കും എൻ്റെ പേരിലും നളന്ദ PTAയുടെ പേരിലും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഗണിതാധ്യാപകനായ എൻ്റെ പൂർവ്വ വിദ്യാലയത്തിൻ്റെ ഗണിതാധ്യാപകനായ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗോപാല മാസ്റ്റർ നിർബന്ധമായും നീ വരണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്താൻ സാധിച്ചത്, എത്താൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്കിവിടെ ഒരു ചടങ്ങ് പുസ്തക പ്രകാശനം എന്നുള്ളത് ഒന്നുണ്ടായിരുന്നു എന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞു മാഷ് എന്തായാലും നിർബന്ധമായും എത്തണം, ഇവിടെ നല്ലൊരു പരിപാടിയുണ്ട്, പങ്കെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്താണെങ്കിലും എൻ്റെ പൂർവ്വ വിദ്യാലയത്തിലെ ഒരുപാട് ഗൃഹാതുരമായ ഓർമ്മകൾ എന്നും ജീവിതത്തിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വിദ്യാലയത്തിലെ തിരുവത്ത സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു വിദ്യാലയത്തിലെ പഴയ ഓർമ്മകൾ ഇന്നും മനസ്സിൽ നല്ല ഓർമ്മകളായി നിലനിൽക്കുന്നു എന്നുള്ളതും, അന്നത്തെ അധ്യാപകരൊക്കെ തന്നെ വിരമിച്ചു പോയെങ്കിലും ഇന്നും എൻ്റെ 1-ാം ക്ലാസ്സിലെ പഠനം കുമാരൻ മാഷ്, അതേപോലെ ചാത്തു മാഷ്, മറ്റ് അധ്യാപകരൊക്കെ തന്നെ കമലാക്ഷി ടീച്ചർ, മീനാക്ഷി ടീച്ചർ, പിന്നെ നമ്പൂതിരി മാഷ്, ഗോപാല മാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, ശരിക്കും അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ ആത്മാർത്ഥമായി ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇന്നത്തെ തിരുവത്ത സ്കൂളിൻ്റെ വിജയം എന്നുള്ളത്. മാത്രമല്ല ഇന്ന് അതിന് ചേർന്ന് നിന്നുകൊണ്ട് പുതിയ അധ്യാപകരും ശ്രമിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ അനുഭവവും നല്ല കാര്യവും തന്നെയാണ്. അപ്പം ഏതായാലും ഓർമ്മകൾക്കോ അല്ലെങ്കിൽ വാക്കുകൾക്കോ യാതൊരു ചിട്ടപ്പെടുത്തലുകളും ഇല്ലാതെയാണ് എൻ്റെ പൂർവ്വ വിദ്യാലയത്തിൻ്റെ 124-ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്നതും ഞാൻ നിങ്ങളോട് സംവദിക്കുന്നതും. ഒരുപാട് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ കുട്ടികളെ, പുതിയ തലമുറയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി വളരെ വലിയൊരു സാമൂഹ്യ വിപത്തായിട്ടാണ് പോകുന്നത് എന്നുള്ളത്
നമുക്ക് ഏവർക്കും അറിയാം, ഏറെ ഒരു ഞെട്ടലോടും ഭയത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ടേക്ക് മുതിർന്ന ആളുകൾ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്തരത്തിലാണ് എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുനാളിലെ അനുഭവങ്ങൾ നമ്മുടെ കുട്ടികളുടെ വ്യക്തിജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാലയത്തിലെ നല്ല അനുഭവങ്ങൾ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നല്ല ഓർമ്മകളായും അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ അതൊരു വിളക്കായി മാറണം. ആ ദിവസങ്ങൾ, ആ ഓർമ്മകൾ, ആ അനുഭവങ്ങൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ വിളക്കായി മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്. മാതൃകാ അധ്യാപകരായി മാറുന്നതോടൊപ്പം മാതൃകാ വിദ്യാലയമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകാ വിദ്യാലയമായി മാറേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ്. പുതിയ കാലത്തെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾ ശരിക്കും നിഷ്കളങ്കതയോടുകൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അത് രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും സമൂഹമാണെങ്കിലും അത്തരത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നോട്ടേക്ക് നയിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ ഒരു മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ശ്വാസം എന്ന നാടകം ഇതിനു ശേഷം ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും എല്ലാ രീതിയിലും നമ്മുടെ വിദ്യാലയം മുന്നോട്ട് തന്നെ പോകട്ടെ. നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട്, അതിൻ്റെ പിടിവലികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല മക്കളായി വളർന്ന് നമ്മുടെ നല്ല നാടിൻ്റെ നല്ല ഭാവിയായി മാറുന്നതിനും നല്ല മക്കളായി തീരുന്നതിനും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നളന്ദ നഴ്സറി സ്കൂളിൻ്റെ ഈ 43ാം വാർഷികാഘോഷം സംഘടിപ്പിച്ച ഈ വേളയിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം നമ്മുടെ മക്കൾ നേരത്തെ മേക്കപ്പൊക്കെ ചെയ്തിരുന്നതാണ്. ചിലപ്പോൾ അവർ ഉറങ്ങിക്കാണും. അതുകൊണ്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെയും നളന്ദ നഴ്സറിയുടെയും വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ പിഞ്ചോമനകളുടെ കലാവിരുന്നുകൾക്കായി നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച നടന്മാരായി തിരഞ്ഞെടുത്തിട്ടുള്ള ഫിദൽ ഗൗതം, യാഷിൻ റാം, ഈ രണ്ടുപേരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മേമുണ്ട സ്കൂളിലെ ശ്വാസം നാടകം ഈ നാടിനെ പരിചയപ്പെടുത്തണം എന്നുള്ളൊരു ആശയം പ്രോഗ്രാം കമ്മിറ്റിയിൽ ഉയർന്നു വന്നപ്പോൾ സ്കൂൾ ടീച്ചേഴ്സ്, പ്രോഗ്രാം കമ്മിറ്റിയിലെ രക്ഷിതാക്കൾ ഉൾപ്പെടെ അധ്യാപകരുൾപ്പെടെ എല്ലാവരും ഏകകണ്ഠേന തീരുമാനിച്ചിട്ടാണ് ഈ നാടകവും ഈ നാടകത്തിലെ നടന്മാരെയും ഈ നാടിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഈ നാടകം കളിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഈ ആഗ്രഹം ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ സഫലമാണ്. ഈ ഉദ്ഘാടനം ചെയ്ത ഫിദലിനെയും അതുപോലെ യാഷിൻ റാമിനെയും ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. പുസ്തക പ്രകാശനം ചെയ്യാമെന്നേറ്റ് കുറച്ച് വൈകി വന്ന എൻ്റെ ക്ലാസ്മേറ്റും ഓർക്കാട് LP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ നിഷ TNKയും നന്ദി അറിയിക്കുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങിയ PM നാണുവേട്ടൻ, ആ ചടങ്ങ് നിർവഹിച്ച നമ്മുടെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ കൂടി ചൊല്ലിക്കൊടുത്ത രതീഷ് സാറിനെയും നന്ദി അറിയിക്കുകയാണ്. പാൽപുഞ്ചിരി ഉപഹാരം നൽകിയ നിതിൻ ഡോക്ടറെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും, ഇതിൻ്റെ സ്വാഗതം ആശംസിച്ച പുതിയടത്ത് കൃഷ്ണേട്ടൻ, റിപ്പോർട്ട് അവതരിപ്പിച്ച പ്രമീള ടീച്ചർ, ഇതിൻ്റെ അധ്യക്ഷൻ ഷാജു പട്ടണത്ത്, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച സുധീഷ് KM, അനൂസി, അനീഷ ജിജിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും, അതുപോലെ ഒരുപാട് കാലം ഓർക്കാട് LP സ്കൂളിൽ വിശിഷ്ട സേവനം നടത്തിയിട്ടുള്ള നമ്മുടെ HM ദീന ടീച്ചറും അതുപോലെ തന്നെ സുമാനദിനി ടീച്ചറും സ്കൂളിൽ വിരമിക്കുകയാണ്. അധ്യാപനം അവസാനിപ്പിക്കുന്നില്ല. തുടർന്നും ഈ നാടിനും നാട്ടുകാർക്കും അവരുടെ സേവനം ലഭ്യമാകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതുപോലെ ദീന ടീച്ചർക്കും സുമാനദിനി ടീച്ചർക്കും നളന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കൊളങ്ങര ഗോപാൽ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും നന്ദി രേഖപ്പെടുത്തുന്നു. സർവോപരി
ഈ പരിപാടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സംഘാടക സമിതിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി അറിയിക്കുകയാണ്.